ഫീസ് വർധന വിഷയത്തിൽ SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. സമരഗേറ്റിന് മുന്നിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജും ജലപീരങ്കിയും പ്രയോഗിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സമരസ്ഥലത്തു നിന്നും ബ്ലേഡ് കണ്ടെത്തിയതോടെ ബ്ലേഡ് കൊണ്ടുവന്നത് പ്രതിഷേധക്കാരെന്ന് പോലീസാണെന്ന് പ്രതിഷേധക്കാരും ആരോപിച്ചു. കേപ്പ് IHRD കോളേജുകളിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ സമരം. മദ്യക്കച്ചവടക്കാരെ സഹായിക്കാനായി സംസ്ഥാനത്ത് മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന സർക്കാർ വിദ്യാർത്ഥികളുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കുന്നുവെന്നായിരുന്നു SFIയുടെ ആരോപണം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് നശിപ്പിച്ചതോടെ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ഇതോടെ സ്ഥിതി വഷളായി. പോലീസ് ബ്ലേഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ മുറിവേൽപ്പിച്ചതായി SFIയും പ്രതിഷേധക്കാരുടെ ആക്രമണത്തിൽ പോലീസിനാണ് പരിക്കേറ്റതെന്ന് പോലീസും ആരോപിച്ചു. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന വിദ്യാർത്ഥികളെ തല്ലിയൊതുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് SFI. ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു സമരം SFI നടത്തിയാൽ ആ സമരം എങ്ങനെയാണ് ഈ നാട്ടിലെ പോലീസിന് അത് നടത്തിക്കൂടാത്തൊരു സമരമായി മാറുന്നതെന്ന് കേരളത്തിൽ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും വിശദീകരിക്കേണ്ടതായിട്ടില്ലേ? സാധാരണപ്പെട്ട വിദ്യാർത്ഥികളുടെ അവകാശം ഈ കേരളത്തിനകത്ത് ഒരാളും ഉന്നയിച്ച് ഒരു സമരം പോലും നടത്തിക്കൂടാ എന്നാണോ കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ലാത്തി ചാർജിലും ജലപീരങ്കി പ്രയോഗത്തിലും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. MLA മാരായ PA മുഹമ്മദ് റിയാസ്, V ജോയി എന്നിവർ സ്ഥലത്തെത്തി വിദ്യാർത്ഥികളും പോലീസുമായും സംസാരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.